കുറച്ച് ക്ലാസ്സുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ സയൻസിലെ 9ാമത്തെ അധ്യായം മഗധ മുതൽ താലേശ്വരം വരെ എന്ന പാഠഭാഗമാണ്. ഈ പാഠഭാഗത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരുന്നത് ആദ്യം മൗര്യവംശത്തെക്കുറിച്ചായിരുന്നു. മൗര്യവംശത്തിലെ ആദ്യ ഭരണാധികാരിയായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യൻ്റെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഭരണത്തിലുണ്ടായിട്ടുള്ള ഭരണപരിഷ്കാരങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഭരണകാലയളവിലുണ്ടായിരുന്ന കൗടില്യൻ്റെ അർത്ഥശാസ്ത്രവും അദ്ദേഹത്തിൻ്റെ സപ്താംഗ സിദ്ധാന്തത്തെക്കുറിച്ചും, തുടർന്ന് അശോക ചക്രവർത്തിയുടെ ഭരണവും അദ്ദേഹം രാജ്യത്തിനു വേണ്ടി നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട കുറേ നിർദ്ദേശങ്ങളും, അതറിയപ്പെട്ടിരുന്നത് ധർമ്മശാസനങ്ങൾ എന്നുള്ള പേരിലായിരുന്നു. ആ ധർമ്മശാസനങ്ങൾ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത് എങ്ങനെയായിരുന്നു, ഏതെല്ലാം രീതിയിലാണ് അത് പ്രചരിപ്പിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഭരണകാലയളവിലെ പ്രധാന ഭരണപരിഷ്കാരങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് മൗര്യ സാമ്രാജ്യത്തിലെ ഭരണകൂടം എങ്ങനെയാണ് ഇവരുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കൗടില്യൻ്റെ അർത്ഥശാസ്ത്ര പ്രകാരം മൗര്യ സമൂഹത്തിൽ നിലനിന്നിരുന്ന പ്രധാന നികുതികളെ കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് എങ്ങനെയാണ് മൗര്യ സാമ്രാജ്യത്തിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഭരണകൂടം എങ്ങനെയാണ് നിയന്ത്രിച്ചിരുന്നത് എന്നൊന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം. ഇനി പറയാൻ പോകുന്നത് മൗര്യ സാമ്രാജ്യത്തിലെ മൗര്യ എംപയറിലെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ലൈഫാണ്. അവരുടെ സാമ്പത്തിക ജീവിതം എങ്ങനെയായിരുന്നു, സാമൂഹിക ജീവിതം എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. അന്നത്തെ മൗര്യ സാമ്രാജ്യത്തിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഭരണകൂടമാണ് നിയന്ത്രിച്ചിരുന്നത്. എക്കണോമിക് ആക്ടിവിറ്റീസിനെ എല്ലാം ഭരണകൂടമാണ് നിയന്ത്രിച്ചിരുന്നത്. എംപയറാണ് നിയന്ത്രിച്ചിരുന്നത്. എങ്ങനെയാണ് അവർ നിയന്ത്രിച്ചിരുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. ഒന്നാമതായി ഭരണകൂടം, അതായത് എംപയറിന്റെ കീഴിലുള്ള പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ അവർ കീഴടക്കിയ പ്രദേശങ്ങളിലെല്ലാം കൾട്ടിവേഷൻ, കൃഷി ആരംഭിച്ചു. മാത്രമല്ല ആ കൃഷിക്ക് പുരോഗതിക്കായി, കാർഷിക പുരോഗതിക്ക് വേണ്ടി ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ജലസേചന സൗകര്യങ്ങൾ, വെള്ളം എത്തിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കി കൊടുത്തു. മാത്രമല്ല ഈ കൃഷിയും കച്ചവടവും, കൃഷിയുടെയും ഗ്രാമങ്ങളുടെയും വളർച്ച, വില്ലേജും അഗ്രികൾച്ചറൊക്കെ വളർന്ന സമയത്ത് അത് എന്തിനു കാരണമായി? ലെഡ് ടു ദ ഡെവലപ്മെന്റ് ഇൻ ട്രേഡ്, കച്ചവട പുരോഗതി കാരണമായി ട്രേഡ് നല്ലവണ്ണം പുരോഗതി ഉണ്ടായി. മാത്രമല്ല അദ്ദേഹം രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഈ മൗര്യ ഭരണാധികാരികൾ ചെയ്ത മറ്റൊരു കാര്യമായിരുന്നു വലിയ റോഡുകൾ, പാതകൾ ഉണ്ടാക്കുകയും ആ പാതകൾക്ക് ഇരുവശങ്ങളിലുമായി ട്രീസ്, വലിയ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും ആ മരത്തണലുകളിൽ ഈ യാത്രക്കാർക്ക് വിശ്രമിക്കാൻ വേണ്ടി, യാത്രക്കാരുടെ ചിരക്കുകൾ ഇറക്കി വെക്കാൻ വേണ്ടി അത്താണികൾ അല്ലെങ്കിൽ പോർട്ടേഴ്സ് റെസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു മേശ പോലെയുള്ള അത്താണികൾ നിർമ്മിക്കുകയും ചെയ്തു. കല്ലുകൊണ്ടുള്ള അത്താണികൾ നിർമ്മിക്കുകയും ചെയ്തു. പോർട്ടേഴ്സ് റെസ്റ്റ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇതിലാണ് സാധനങ്ങളൊക്കെ ഈ യാത്രക്കാർ ഇറക്കി വെച്ചിരുന്നത് അന്നത്തെ കാലത്ത്. മാത്രമല്ല അദ്ദേഹം രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്കും സാമൂഹിക പുരോഗതിക്കും വേണ്ടി അന്നത്തെ പ്രധാനപ്പെട്ട പട്ടണങ്ങളായിരുന്ന വൈശാലി, കപിലവസ്തു, പാടലീപുത്രം തുടങ്ങിയ നഗരങ്ങളെ വിദൂര ദേശങ്ങളുമായി, ദൂരപ്രദേശത്തുള്ള ദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി റോഡുകൾ നിർമ്മിക്കുകയുണ്ടായി. ഇത് മറ്റു പ്രദേശങ്ങളുമായുള്ള ട്രേഡ് റിലേഷൻഷിപ്പ് ശക്തമാകാൻ, വ്യാപാര ബന്ധം ശക്തമാകാൻ സഹായിച്ചു. ഈ മൗര്യ സാമ്രാജ്യത്തിൽ കച്ചവടക്കാർക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്കും ശമ്പളം നൽകാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് മുദ്രിത നാണയങ്ങൾ, പഞ്ച് മാർക്കഡ് കോയിൻസ് ആയിരുന്നു. മാത്രമല്ല അടുത്തതായി കൊണ്ട് പറയുന്നത് അന്നത്തെ കാലത്ത് ഖനികൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ലോഹവിദ്യ, മൈൻസും അതുപോലെ തന്നെ മെറ്റലർജി, ലോഹവിദ്യയും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൺട്രോൾ ചെയ്തിരുന്നത്, ഇതിന് നിയന്ത്രണം ഗവൺമെന്റിനായിരുന്നു, ഗവൺമെന്റ് അതോറിറ്റിക്കായിരുന്നു ഇതിന്റെ കൺട്രോൾ ഉണ്ടായിരുന്നത്. മാത്രമല്ല ജനങ്ങൾക്കിടയിൽ നിന്ന് നികുതി പിരിക്കാൻ വേണ്ടി പ്രത്യേകം ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. മാത്രമല്ല ഈ നാണയങ്ങൾ അച്ചടിച്ചിരുന്നത്, നാണയങ്ങളുടെ അച്ചടി എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ്, കോയിൻസ് അച്ചടിച്ചിരുന്നത് ഗവൺമെന്റിന്റെ കീഴിലായിരുന്നു. മാത്രമല്ല ജനങ്ങൾക്കിടയിൽ നികുതി പിരിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും അളവ് തൂക്ക സമ്പ്രദായത്തിൽ
അക്യുറസി ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സിന്റെ കാര്യത്തിൽ ശക്തമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. കൂടാതെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി വിപുലമായ ഒരു സൈന്യത്തെയും ഉദ്യോഗസ്ഥന്മാരെയും ഒരു ഹ്യൂജ് ആർമിയെയും ഓഫീഷ്യൽസിനെയും ഇവർ നിലനിർത്തിയിരുന്നു. ഇങ്ങനെ വലിയ ഒരു സൈന്യത്തെ നിലനിർത്തുന്ന സമയത്ത് ആ സൈന്യത്തിന് വേണ്ടി ചെലവിന് വേണ്ടി ധാരാളം പൈസ സമ്പത്ത് ആവശ്യമാണ്. ഈ ഫണ്ട് നേടാൻ വേണ്ടി, ഇങ്ങനെ സമ്പത്ത് നേടാൻ വേണ്ടി രാജ്യത്ത് പലതരം നികുതികൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മൗര്യ രാജവംശത്തിലെ അല്ലെങ്കിൽ മൗര്യ സമൂഹത്തിലെ ആ കാലഘട്ടത്തിൽ മൗര്യ രാജാക്കന്മാര് ജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്തിരുന്ന പ്രധാന നികുതികൾ ഏതൊക്കെയായിരുന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ അന്നത്തെ കാലത്തെ പ്രധാനപ്പെട്ട നികുതികൾ, ടാക്സുകൾ ഏതൊക്കെയാണെന്ന് മെൻഷൻ പറയുന്നുണ്ട്. അന്നത്തെ കാലത്തെ പ്രധാനപ്പെട്ട നികുതികളായിരുന്നു ഭാഗ, ബലി, ഉദകഭാഗ, ശൂൽക്ക. ഭാഗ എന്ന് പറയുന്നത് ഭൂമിയുടെ നികുതിയാണ്, ടാക്സ് ഓൺ ലാൻഡ് ആണ്. ബലി എന്ന് പറയുന്നത് പഴങ്ങൾക്കും പൂന്തോട്ടങ്ങൾക്കും മേലുള്ള നികുതിയാണ്, ടാക്സ് ഓൺ ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ്. അതിന് കൊടുക്കുന്ന നികുതിയാണ്, ഗവൺമെന്റിന് കൊടുക്കുന്ന നികുതിയാണ് ബലി എന്ന് പറയുന്നത്. ഉദകഭാഗ എന്ന് പറയുന്നത് ടാക്സ് ഓൺ വാട്ടർ, വെള്ളത്തിന് കൊടുക്കുന്ന നികുതി, ജലനികുതിയാണ്. ശൂൽക്ക എന്ന് പറയുന്ന നികുതി കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും, ഇമ്പോർട്ടിന്റെയും എക്സ്പോർട്ടിന്റെയും നികുതിയാണ്, ടാക്സ് ഓൺ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്സ് ഓഫ് ഗുഡ്സ്. ഇതാണ് പ്രധാനപ്പെട്ട 4 നികുതികൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മൗര്യന്മാരുടെ ഭരണകാലത്ത് അഗ്രികൾച്ചർ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്തു വ്യാപകമായി. അങ്ങനെ കൃഷി വർദ്ധിച്ചതോടെ കൃഷിയെ അടിസ്ഥാനമാക്കിയുള്ള കൈത്തൊഴിലുകൾ, ഹാൻഡിക്രാഫ്റ്റ്സ് വളർന്നു വന്നു. ഈ ഹാൻഡിക്രാഫ്റ്റ്സ് വളർന്നു വന്നതോടുകൂടി സമൂഹത്തിൽ തൊഴിലിന്റെ അടിസ്ഥാനത്തിലുള്ള വ്യത്യസ്ത വിഭാഗങ്ങൾ രൂപം കൊണ്ടു. തൊഴിലിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വർണ്ണ സമ്പ്രദായം രൂപം കൊണ്ടു. ഇങ്ങനെ അന്നത്തെ കാലത്ത് വർണ്ണ സമ്പ്രദായത്തെക്കുറിച്ച്, തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട വ്യത്യസ്ത വിഭാഗങ്ങളെ കുറിച്ച് അന്നത്തെ സഞ്ചാരിയായിരുന്ന മെഗസ്തനീസിന്റെ ഇന്ത്യയിൽ പ്രതിപാദിക്കുന്നുണ്ട്. മെഗസ്തനീസ് പ്രതിപാദിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട 7 സമൂഹത്തിലുണ്ടായിരുന്ന 7 വിഭാഗങ്ങളായിരുന്നു. 1 കർഷകർ, ഫാമേഴ്സ്. 2 തത്വചിന്തകർ, ഫിലോസഫേഴ്സ്. 3 സൈനികർ, സോൾജേഴ്സ്. 4 കാലി മേയ്ക്കുന്നവരും വേട്ടയാടുന്നവരും, ഹെഡ്സ്മാൻ ആൻഡ് ഹണ്ടേഴ്സ്. 5 കൈത്തൊഴിലുകാരും കച്ചവടക്കാരും, ആർട്ടിസൻസ് ആൻഡ് ട്രേഡേഴ്സ്. 6 ന്യായാധിപന്മാർ, മജിസ്ട്രേറ്റ്സ്. 7 രാജാവിന്റെ ഉപദേശകർ, കിങ്സ് കോൺസിലേഴ്സ്. ഈ 7 വിഭാഗങ്ങളാണ് അന്ന് സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. ഇത് കൂടാതെ കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, ദാസന്മാർ എന്ന് വിളിച്ചിരുന്ന അടിമകൾ, സ്ലേവ്സും അന്നത്തെ കാലത്തുണ്ടായിരുന്നു. കൂടാതെ അന്നത്തെ കാലത്തെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ജോയിന്റ് ഫാമിലി സിസ്റ്റം ആയിരുന്നു. കൂട്ടുകുടുംബ സമ്പ്രദായം നിലനിന്നിരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, കൃഷിയുടെ വ്യാപനമാണ് ഇത്തരത്തിൽ സാമൂഹിക അസമത്വങ്ങൾക്ക്, സമൂഹത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങൾ, 7 വിഭാഗങ്ങളൊക്കെ ഇങ്ങനെ രൂപം കൊള്ളാൻ കാരണം. ഇങ്ങനെ വളർന്നു വന്ന 7 വിഭാഗങ്ങൾ പരസ്പരം തമ്മിൽ ഞങ്ങൾ ഉയർന്നവരാണ്, നിങ്ങൾ താഴ്ന്നവരാണ് എന്നുള്ള ഒരു ബോധമുണ്ടാക്കുകയും സമൂഹത്തിൽ പലതരം താഴ്ന്നവർ ഉയർന്നവർ എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് മൗര്യ രാജവംശത്തിലെ പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നിയന്ത്രിച്ചിരുന്നതെന്നും മൗര്യ സമൂഹത്തിൽ രാജാക്കന്മാർ ജനങ്ങളുടെ കൈവശത്തിൽ നിന്നും പിരിച്ചെടുത്തിരുന്ന പ്രധാനപ്പെട്ട നികുതികളെ കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. വീണ്ടും അടുത്ത പാഠഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.